കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക പോളിംഗ് സമയം അവസാനിക്കുമ്പോൾ തന്നെ പോളിംഗ് ശതമാനം 77-ലെത്തിയിരുന്നു. ഏറ്റവും അവസാനത്തെ കണക്ക് പ്രകാരം 77.75% പോളിംഗ്. 2021 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇത്തവണ പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. പോളിംഗ് ശതമാനത്തിലെ വർധനവ് LDF, UDF മുന്നണികളിൽ വലിയ പ്രതീക്ഷ ജനിപ്പിച്ചിട്ടുമുണ്ട്. കോഴിക്കോട്ടും പാലക്കാട്ടുമടക്കം ചിലയിടങ്ങളിൽ പോളിംഗ് 80% കടന്നത് വലിയ പ്രതീക്ഷയാണ് ഉയർത്തുന്നത്. കുന്നത്തുനാട്, ചിറ്റൂർ, കുന്നമംഗലം, അരൂർ മണ്ഡലങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക് മുൻപായി തന്നെ പോളിംഗ് 80% കടന്നിരുന്നു. മലപ്പുറം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും കനത്ത പോളിംഗ് രേഖപ്പെടുത്തി. 140 മണ്ഡലങ്ങളിലായി 882 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. ചരിത്രത്തിലാദ്യമായി 3ാം തവണയും ഭരണം നേടുന്നതിന് LDFും 10 വർഷത്തിനു ശേഷം അധികാര കസേരയിലെത്താൻ UDFും കിണഞ്ഞു പരിശ്രമിച്ച തെരഞ്ഞെടുപ്പിൽ ഇരുകൂട്ടരും കനത്ത വിജയപ്രതീക്ഷയിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും സമ്മതിദാനാവകാശം വിനിയോഗിച്ച വോട്ടർമാർക്ക് നന്ദി അറിയിച്ചു. പ്രതികൂല കാലാവസ്ഥയെപ്പോലും വകവയ്ക്കാതെ പോളിംഗ് ബൂത്തുകളിലെത്തിയ ജനങ്ങൾ കേരളത്തിന്റെ ഉയർന്ന ജനാധിപത്യ ബോധത്തിന്റെയും നാടിനോടുള്ള ഉന്നതമായ പ്രതിബദ്ധതയുടെയും നേർക്കാഴ്ചയാണ് നൽകിയതെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. പ്രബുദ്ധ കേരളത്തിന് നന്ദി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാപ്പകൽ പ്രവർത്തിച്ച നേതാക്കൾക്കും പ്രവർത്തകർക്കും ഹൃദയാഭിവാദ്യങ്ങൾ നേരുന്നതായും കേരളം ജയിക്കും, UDF നയിക്കുമെന്നും VD സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചു. കണ്ണൂർ അഴീക്കോട് വോട്ടറുടെ അനുമതിയില്ലാതെ LDF പ്രതിനിധി ഓപ്പൺ വോട്ട് ചെയ്തെന്ന പരാതിയിൽ പ്രിസൈഡിംഗ് ഓഫീസറെ മാറ്റി. വയനാട് ചെറുകാട്ടൂരിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചതായി പരാതി ഉയർന്നതിനെ തുടർന്ന് പോളിംഗ് ഓഫീസറെ മാറ്റി. വോട്ട് ചെയ്യാനെത്തിയവരോട് താമരചിഹ്നത്തിന് വോട്ട് നൽകാൻ പ്രേരിപ്പിച്ചുവെന്ന കോൺഗ്രസിന്റെ പരാതിയിലാണ് നടപടി. ന്യൂസ് ഡെസ്ക് ഈ ചാനൽ. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.